നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു മൃഗത്തിൻ്റെ കണ്ണിലൂടെ ഈ ലോകത്തെ നോക്കി കാണുന്ന ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മിണ്ടാപ്രാണികളോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയും സ്നേഹവും ഒരുപോലെ വരച്ചു കാട്ടുന്ന സിനിമ. അതാണ് 2022 പുറത്തിറങ്ങിയ ഇയോ. ഒരു കഴുതയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണിത്. ഇതൊരു പോളിഷ് എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. സർക്കസ് കൂടാരത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു കഴുത പല ഉടമസ്ഥരിലൂടെ പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. നല്ലവരും ചീത്തവരുമായ ഒരുപാട് ആളുകളെ ഈ കഴുത ആ യാത്രക്കിടയിൽ കാണുന്നുണ്ട്. ഒരു സർക്കസ് കമ്പനിയിലെ കഴുതയാണ് ഇയോ. അവിടെയുള്ള കസാൻഡ്ര എന്ന പെൺകുട്ടിക്ക് അവന് വളരെ ജീവനായിരുന്നു. അവൾ നൽകുന്ന സ്നേഹവും കരുതലും മാത്രമായിരുന്നു ഇയോയുടെ ഏകാശ്വാസം. എന്നാൽ മൃഗസംരക്ഷണ നിയമങ്ങളുടെ പേരിൽ സർക്കസ് നിരോധിച്ചപ്പോൾ ഇയോയെ അവളുടെ അടുത്ത് നിന്നും നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്നു. ആ വേർപാട് ഇയോയുടെ ഹൃദയം തകർത്തു. പിന്നീട് അങ്ങോട്ട് ഇയോയുടെ സഞ്ചാരമായിരുന്നു. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഓരോ കൈകളിൽ നിന്നും മറ്റോരോ കൈകളിലേക്ക് അവൻ മാറിക്കൊണ്ടേയിരുന്നു. ചിലർ അവനോട് സ്നേഹം കാണിക്കുമ്പോൾ മറ്റു ചിലർ ക്രൂരമായി പെരുമാറുന്നു. ഫുട്ബോൾ മൈതാനങ്ങൾ, ആഡംബര വീടുകൾ, ഇറച്ചിവെട്ടുശാലകൾ, അങ്ങനെ പലയിടങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു. ഇടയ്ക്കിടെ അവൻ കസാൻഡ്രയും സ്വപ്നം കാണുന്നുണ്ട്. മനുഷ്യർ എത്ര സ്വാർത്ഥരാകുന്നുവെന്നും മൃഗങ്ങളോടും പ്രകൃതിയോടും എങ്ങനെ പെരുമാറുന്നുവെന്നും ഇയോയുടെ നിസ്സഹായമായ കണ്ണുകളിലൂടെ ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന അക്രമങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ സിനിമ. വളരെ കുറച്ച് സംഭാഷണം മാത്രമേ സിനിമയിലുള്ളൂ. എന്നാൽ ഇയോയുടെ മൗനം 1000 വാക്കുകളേക്കാൾ ശക്തിയുള്ളതാണ്. നിങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ കാണണം. ഈ കൊച്ചു കഴുതയുടെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫേവറേറ്റ് പെറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.